ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു 2 സ്റ്റോറി ഹൗസ് പ്ലാനാണ്. ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത് 2320 സ്ക്വയർ ഫീറ്റാണ്. അതായത് ഗ്രൗണ്ട് പ്ലാനും അതുപോലെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാനും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ ഏരിയ ആണ് 2320 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യമായിട്ട് ഗ്രൗണ്ട് പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഫസ്റ്റ് ഇതാ സിറ്റ് ഔട്ട് വരുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ ലെങ്ത് ആയിട്ടുള്ള സ്റ്റെപ്സാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഡബിൾ ഡോർ എൻട്രി ആയി ലിവിങ് ഏരിയയിലേക്ക് ആക്സസ് കൊടുത്തു. ലിവിങ് ഏരിയയിൽ നിന്ന് വാൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാതെ തന്നെ ഡൈനിങ് ഏരിയയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അതായത് ലിവിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ഇൻറ്റീരിയർ ഡിസൈനൊക്കെ ചെയ്തിട്ട് ഒരു പാർട്ടീഷൻ വാൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെറ്റീരിയൽ വെച്ചിട്ടൊരു പാർട്ടീഷൻ കൊടുക്കാവുന്നതാണ്. ദെൻ ഇവിടെ ഡൈനിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ വരുന്നത്. ഇത് സ്റ്റെയർ അപ്പ്. പിന്നീട് വരുന്നത് ഇതാണ് ഒരു ബെഡ്റൂം. ഇത് സെക്കൻഡ് ബെഡ്റൂം. താഴെ 2 ബെഡ്റൂമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്തു. ഇതൊരു കോമൺ ടോയ്ലറ്റ് ആയിട്ടും പ്രൊവൈഡ് ചെയ്തു. ദെൻ പിന്നീട് വരുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്ക് ഇവിടെ ആക്സസ് കൊടുത്തു. കിച്ചണിൽ നിന്ന് പുറത്തേക്കുള്ള ആക്സസ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് പോർച്ച് വരുന്നത്. അതായത് സ്റ്റെയറിൻ്റെ ഭാഗത്തായിട്ട് ഇവിടെ പോർച്ച് വരും. പിന്നെ വിൻഡോൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു വിൻഡോ കൊടുക്കാം. അതുപോലെ ലിവിങ് ഏരിയയുടെ ഈ ഭാഗത്തും പിന്നെ സിറ്റ് ഔട്ടിലേക്കായിട്ട് ഈ 2 സൈഡിലും ചെറിയ വിൻഡോസ് കൊടുക്കുക. പിന്നെ ബെഡ്റൂമിൽ 2 വിൻഡോ, ടോയ്ലറ്റ്സിന് വെന്റിലേറ്റേഴ്സ്, ഈ ഒരു ബെഡ്റൂമിൽ 2 സൈഡിൽ വിൻഡോ, പിന്നെ കിച്ചണിൽ 2 സൈഡിലായിട്ട് വിൻഡോസ്. ഇത്രയും വിൻഡോസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ലെങ്ത് ആൻഡ് വിഡ്ത്ത് പറയുകയാണെങ്കിൽ സിറ്റ് ഔട്ട് 5.5 by 2.5 മീറ്ററിലാണ് ഓരോന്നിൻ്റെയും മെഷർമെൻറ്റ്സ് പറയുന്നത്. സോ 5.5 മീറ്റർ ലെങ്ത്തും 2.5 മീറ്റർ വിഡ്ത്തും വരുന്നുണ്ട് ഈ ഒരു സിറ്റ് ഔട്ട്. അതുപോലെ ലിവിങ് ഏരിയ വരുന്നത് 4/3 ആണ്. ഡൈനിങ് ഏരിയ 9/4.5. ബെഡ്റൂം എല്ലാം ഒരേ ഒരു ഏരിയ ആണ് വരുന്നത്. ഈ ബെഡ്റൂം 4/3.5, ഇതും അതേ സെയിം ഏരിയ വരുന്നുണ്ട് 4/3.5. ടോയ്ലറ്റ്സ് രണ്ടും 2.5/2 വരുന്നുണ്ട്. കിച്ചണ് 7.5/3.5. ലിവിങ് ഏരിയയുടെ ഈ ഭാഗത്തായിട്ട് സെറ്റ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായിട്ട് ഇവിടെയാണ് സ്റ്റെയർ അപ്പ് വരുന്നത്. സോ ഇവിടെ ടേബിൾ ആൻഡ് ചെയർസ് പ്രൊവൈഡ് ചെയ്യാം. ഇത് വാഷ് ഏരിയയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1250 സ്ക്വയർ ഫീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റെയർ കയറിയിട്ട് ഇവിടെ എത്തും, കോമൺ ഹാളിലേക്ക് എത്തും. കോമൺ ഹാള് ഇവിടെ നിന്ന് എല്ലാ ബെഡ്റൂമിലേക്കും അതുപോലെ കോമൺ ടോയ്ലറ്റിലേക്കും സിറ്റ് ഔട്ടിലേക്കുള്ള ആക്സസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഈ ഒരു ബെഡ്റൂമാണ്. മുകളിൽ അതായത് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ 3 ബെഡ്റൂമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ 4/3.5 ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 5 ബെഡ്റൂമും ഒരേ ഏരിയയാണ് വരുന്നത്. അപ്പോൾ ഇത് 4/3.5 തന്നെയാണ് ഈ 3 ബെഡ്റൂമും ഇവിടെ ഏരിയ വരുന്നത്. ദെൻ ടോയ്ലറ്റ് 2.5/2 ആണ് ഈ 2 ടോയ്ലറ്റ്സ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ആയിട്ട് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് വരുന്നത് 2.5/2 ആണ് ലെങ്ത് ആൻഡ് വിഡ്ത്ത് വരുന്നത്. ഇതൊരു കോമൺ ടോയ്ലറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു 2 ബെഡ്റൂമിനാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതാണ് സിറ്റ് ഔട്ടിലേക്കുള്ള ആക്സസ് ഇവിടെ കൊടുത്തു. പിന്നീട് പറയാനുള്ളത് ഇവിടെ വിൻഡോസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സിറ്റ് ഔട്ടിൽ ഇവിടെ വിൻഡോ കൊടുത്തു. അതുപോലെ ഓരോ ബെഡ്റൂമിന് 2 സൈഡിലായിട്ട് ഈ ഒരു ബെഡ്റൂമിന് ഈ സൈഡിലായിട്ടും വിൻഡോ കൊടുക്കാം. അതുപോലെ ഇവിടെ വേണമെങ്കിൽ വിൻഡോ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ടോയ്ലറ്റ്സിന് വെന്റിലേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തു. ഈ ഒരു ഭാഗം ഓപ്പൺ ടെറസാണ്. ദെൻ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത് 1038, ഏകദേശം 1040 സ്ക്വയർ ഫീറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ 5 ബെഡ്റൂമോട് കൂടിയ അടിപൊളിയായിട്ടുള്ള ഒരു മോഡേൺ 2 സ്റ്റോറി ഹൗസ് പ്ലാനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത് 2320 സ്ക്വയർ ഫീറ്റാണ്.